എല്ലാവർക്കും നമസ്കാരം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിൽ നടത്തുന്ന പാർലമെന്ററി മാർച്ച് അക്രമാസക്തമാകുന്നു. അതിനെതിരെ ശക്തമായിട്ടുള്ള ബലം പ്രയോഗിക്കാനായിട്ട് ഡൽഹി പോലീസ് നിർബന്ധിതമാകുന്നു. ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ തെറ്റായൊരു പോയിന്റോട് കൂടിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. കാരണം മാർച്ച് തുടങ്ങുന്നു, മാർച്ചിനെ പോലീസ് തടയുന്നു. അപ്പോഴാണ് ഒരു പക്ഷെങ്കിൽ ഇത് അക്രമാസക്തമായത്. തടയുന്നതും ലാത്തിയടിച്ചും അവർക്ക് കയറി വരാൻ പറ്റാതെയും ബാരിക്കേഡും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഡൽഹി പോലീസ് ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു പക്ഷെങ്കിൽ ലാത്തി ചാർജ് തുടങ്ങിയപ്പോഴായിരിക്കണം ജനങ്ങളും പ്രതിഷേധം തുടങ്ങിയതും അക്രമാസക്തരായതും. അപ്പം തുടക്കത്തിൽ തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മാർച്ച് അക്രമാസക്തമാകുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് തെറ്റല്ലേ? അതല്ലല്ലോ സംഭവിച്ചത്. അവിടെ സംഭവിച്ചേക്കുന്നത് അവർ മാർച്ച് തുടങ്ങി, മാർച്ചിനെ തടഞ്ഞു. അപ്പം മാർച്ചിനെ തടഞ്ഞപ്പോൾ അത് തടഞ്ഞേക്കുന്ന രീതികൾ നമ്മൾ നോക്കണം. അതിൻ്റെ വീഡിയോകളൊക്കെ അപ്ലോഡ് വരുന്നതിന് അത് നമ്മളും കാണുന്നുണ്ട്, എങ്ങനെയാണ് ഇവർ ഈ മാർച്ചിനെ തടഞ്ഞെന്നുള്ള കാര്യം, ബാരിക്കേഡ്സും കാര്യങ്ങളും. അപ്പോൾ ആ ബാരിക്കേഡ് അവർ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടാകുന്നത്. അപ്പോൾ താങ്കൾ ഇങ്ങനെ ചാടിക്കറി പറയുന്നത് ശരിയല്ലല്ലോ. അതായത് ജല്ലി മാർച്ച് അക്രമാസക്തമാകുന്നു എന്നുള്ള രീതിയിൽ. അപ്പം പോലീസ് നിർബന്ധിതരാകുന്നു എന്നുള്ളതല്ല. ആദ്യം മാർച്ചിനെ ബ്ലോക്ക് ചെയ്യുന്നു, മാർച്ചിനെ അവർ തടയിടുന്നു. അപ്പോഴാണ് ഇവർ ജനങ്ങളാണ്, അല്ലെങ്കിൽ ജൻസി പിള്ളേർ, അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ അതിനകത്ത് സംബന്ധിച്ചിരിക്കുന്ന അവർ അക്രമാസക്തരാവാൻ വേണ്ടി അതിനുള്ള കാരണമാകുന്നു. ഓക്കെ, സോ അങ്ങനെ വേണം നമുക്ക് ഈ നറേഷൻസ് തുടങ്ങാൻ വേണ്ടി. തെറ്റായ രീതിയിൽ തുടങ്ങാതെ പ്ലീസ്. അതിൻ്റെ വിഷ്വൽസ് എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അതിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. വിദ്യാർത്ഥികളുടെ പക്ഷം നിന്നുകൊണ്ട് അവരോട് സർക്കാർ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രൂട്ട് ഫോഴ്സ് ആണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ മറുഭാഗത്ത് നിന്ന് ഈ പോലീസിനെ ഇത്തരത്തിലുള്ള ഒരു നടപടി എടുക്കുന്നതിലേക്ക് ഈ പ്രതിഷേധക്കാർ ബലം പ്രയോഗിച്ച് തെറ്റായിട്ടുള്ള പല പരിപാടികളിൽ കൂടി അവരെ തള്ളിവിടുകയായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്തായാലും വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഇതിലേതാണ് ശരി എന്നതിനെക്കുറിച്ച് നമ്മൾ തീരുമാനിക്കേണ്ടത്. എന്തായാലും പതിവ് പോലെ നമ്മുടെ മലയാളം സിനിമാ മേഖലയിൽ നിന്ന് പല ആൾക്കാരും ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി എത്തിയിട്ടുണ്ട്. പക്ഷേ സർപ്രൈസിംഗ്ലി മുൻ വർഷങ്ങളിലൊക്കെ സമാനമായ പല വിഷയങ്ങളിലും ഉണ്ടായിരുന്ന തരത്തിലുള്ള പ്രതികരണം അങ്ങനെ നമ്മൾ കാണുന്നില്ല. കുറച്ചു പേര് മാത്രമാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആൾക്കാരിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത് ശ്രീ ടൊവിനോ തോമസ് ആണ്. അതുകൊണ്ട് തന്നെ ശ്രീ ടൊവിനോ തോമസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ. നോക്കാം. താങ്കളിപ്പോൾ പറഞ്ഞ പോലെ എല്ലാ വർഷങ്ങളും എല്ലാ കാലങ്ങളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും മലയാള സിനിമാ താരങ്ങളായിട്ടുള്ള പലരും ഇതിന് അഭിപ്രായം എടുക്കാറുണ്ട്. അതുപോലെ ടൊവിനോ തോമസ്, അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹിക്കുന്നൊരു വ്യക്തിയും കൂടാണ് ഞാൻ. കാരണം വന്നേക്കുന്ന കഴിഞ്ഞ ജലപ്രളയം തൊട്ട് അദ്ദേഹത്തിൻ്റെ എഫേർട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. പുള്ളിയുടേതായ സംസാരങ്ങൾ, പുള്ളിയുടേതായ ഓരോ ഇടപെടലുകളും അത് എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിലും, അല്ലെങ്കിൽ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പുള്ളി പറഞ്ഞു വരുന്നത്. മറ്റുള്ളവർ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ എണ്ണത്തിൽ ചിലപ്പം കൂടിയും കുറഞ്ഞും നിൽക്കും. പിന്നെ പ്രക്ഷോഭം ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ടല്ലേ ഇത് ഇത്രയും. മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം ആരൊക്കെ പറയുന്നു. എന്തായാലും ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിവ് കിട്ടാവും ആരൊക്കെ പറഞ്ഞില്ല. അപ്പം നമുക്കെന്തായാലും ശ്രീജിത്ത് പണിക്കരോടൊപ്പം നമുക്കൂടെ ഈ വീഡിയോ ഒന്ന് തെളിവിടുന്ന സ്ഥാനത്തിൽ അവലോകനമൊക്കെ ചെയ്യാം നമുക്ക്. ഓക്കെ, ആദ്യമായി ശ്രീ ടൊവിനോ തോമസ് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ശരിയും തെറ്റും ആപേക്ഷികമാണ്. പക്ഷേ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിനെ ഒരിക്കലും ഈ രീതിയിലല്ല കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ തുടങ്ങുന്നത് തന്നെ. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഭാവി തലമുറ പ്രതികരിക്കുമ്പോൾ അതിനെ അതിശക്തമായിട്ടുള്ള ഫോഴ്സ് ഉപയോഗിച്ച് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു എന്നത് തെറ്റാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ അമർച്ച ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള നടപടികൾ ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ അദ്ദേഹം ഓർക്കേണ്ടുന്ന ഒരു കാര്യം, വെൻ ദ ഫ്യൂച്ചർ ജനറേഷൻ ഓഫ് എ നേഷൻ സ്പീക്സ് അപ്പ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവർ ഫ്യൂച്ചർ ജനറേഷൻ അല്ല, കറണ്ട് ജനറേഷനാണ്. ഭാവി തലമുറയല്ല ഈ സംസാരിക്കുന്നത്, ഇപ്പോഴത്തെ തലമുറയാണ് എന്നുള്ള വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കണം. ടൊവിനോ തോമസ് ഭാവി തലമുറ എന്ന് വിളിച്ചേക്കുന്നത്, അത് ഭാവി തലമുറ ഇപ്പോഴത്തെ തലമുറയല്ലേ ഭാവി തലമുറയാവാൻ പോകുന്നത്. അതിനകത്ത് എന്ത് വസ്തുതയാണെന്നുള്ളത് എനിക്കോട് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് എന്ത് പറ്റി? കാരണം ഒരു ജനറേഷൻ ഇപ്പോഴത്തെ തലമുറയാണല്ലോ മുന്നോട്ട് പോകുന്ന ഭാവി തലമുറ, അല്ലെ ഭാവി ജനറേഷൻ. വരുന്ന ഫ്യൂച്ചർ ഈ ഇപ്പോൾ ഉള്ള വ്യക്തികളിലായിരിക്കുമല്ലോ നേതാക്കളായിട്ട് വരുന്നതും കാര്യങ്ങൾ. കാരണം ഫ്യൂച്ചർ തലമുറ ഒരിക്കലും
അന്നേരം പൊട്ടിമുളയ്ക്കത്തില്ലല്ലോ. അടുത്തത് ഇതിൽ ടൊവിനോയുടെ പ്രസ്താവനയാണ് മറ്റുള്ള ആൾക്കാരുടേതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തം എന്ന് ഞാൻ പറയുന്നതിനുള്ള കാരണമാണ്. ഈ യുവാക്കൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് പോലീസ് അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള ബലം ഉപയോഗിക്കുന്നു, അവരുടെ ശബ്ദത്തിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു, അതുവഴി ജനാധിപത്യത്തിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്നത് വാട്ട് ഡിഡ് ദീസ് സ്റ്റുഡൻസ് ഡു റോങ് എന്നാണ്. ഈ കുട്ടികൾ, ഈ വിദ്യാർത്ഥികൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് ടൊവിനോ കാണുന്നില്ല. രണ്ടാമത് അദ്ദേഹം ചോദിക്കുന്നത് ഡിഡ് ദ ഡിസ്ട്രോയ് പ്രോപ്പർട്ടി എന്നുള്ളതാണ്. അവരേതെങ്കിലും വസ്തുവകകൾ നശിപ്പിച്ചിട്ടുണ്ടോ? അത് പൊതുമുതലാകാം, സ്വകാര്യ വസ്തുക്കളാകാം, എന്തായാലും അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ അവർ നശിപ്പിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടാവില്ല എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ അസംഷൻ. മൂന്നാമത് ഡിഡ് ദ റിസോർട്ട് ടു വയലൻസ് എന്നാണ്. അവർ അക്രമത്തിലേക്ക് പോയോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വാട്ട് എക്സാക്ട്ലി ഡിഡ് ദ ഡു ടു ഡിസേർവ് ദിസ് ട്രീറ്റ്മെൻറ്റ്? എന്താണ് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഒരു പ്രതികരണം പോലീസിൻ്റെ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിന് അവർ ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം. ഇനി അദ്ദേഹത്തിൻ്റെ പ്രതികരണം തുടരുന്നത് എങ്ങനെയാണ്? ഈ ആൾക്കാരെല്ലാവരും തന്നെ ഒരു ജസ്റ്റ് കോസിന് വേണ്ടിയിട്ടാണ്, വളരെ നീതീകരിക്കപ്പെടാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്. പീസ്ഫുള്ളി, സമാധാനപരമായിട്ടാണ് അവർ പ്രതിഷേധിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ വിയോജിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പ്രതിഷേധിക്കുന്ന ആൾക്കാരോടൊപ്പം താൻ നിൽക്കുകയാണ്, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ദേശീയതയെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് ശ്രമിക്കേണ്ടതില്ല എന്ന തരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്നത് മനുഷ്യത്വവും വിശ്വാസം എന്നത് സമാധാനവുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത് ടൊവിനോ പറയുന്ന ഇത് ഒരു ജസ്റ്റ് കോസാണ്, അതായത് ഇത് നീതീകരിക്കപ്പെടാവുന്ന ഒരാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് എന്ന കാര്യത്തിൽ ഞാനും അദ്ദേഹത്തിനോടൊപ്പമാണ്. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്, മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മിനിസ്റ്റീരിയൽ ഇറസ്പോൺസിബിലിറ്റി ഇക്കാര്യത്തിലുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾക്ക്, അവരുടെ രക്ഷിതാക്കൾക്ക്, രാജ്യത്തിന് മൊത്തത്തിലും ബോധ്യമാകുന്ന തരത്തിലുള്ള റിഫോർമേഷൻസ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. കുറേ കാര്യങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. ഇനിയും അതിലെന്തെങ്കിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അതിന് ഈ മന്ത്രി യോഗ്യനല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആൾക്കാർക്കുണ്ട് എങ്കിൽ അത് നിശ്ചയമായിട്ടും കേന്ദ്ര സർക്കാർ പരിഗണിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാർ ഇവിടെ ഒരു ദുരഭിമാനം കാണിക്കുന്നുണ്ട്. പ്രതിഷേധമുണ്ടാകുന്ന സമയത്ത് മന്ത്രിയെ മാറ്റുക എന്നുള്ളത് ഒരു പരാജയമാണ് എന്ന നിലയ്ക്കായിരിക്കും ഒരുപക്ഷെ അവർ കാണുന്നത്. ഇനി അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഈ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടെടുത്തിരിക്കുന്ന തീരുമാനമാണ് എന്ന മട്ടിൽ മാത്രമേ അത് കാണുകയുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് അങ്ങനെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അത് കേന്ദ്ര സർക്കാർ തടഞ്ഞിട്ടില്ല, പോലീസ് തടഞ്ഞിട്ടില്ല, കോടതി തടഞ്ഞിട്ടില്ല. ഡൽഹിയിൽ അവർ സമ്മേളിക്കുന്നു. ജന്തർ മന്ദർ എന്ന ഡെസിഗ്നേറ്റഡ് പ്രൊട്ടസ്റ്റ് സൈറ്റിൽ അവരവിടെ പ്രതിഷേധിക്കാനായിട്ട് വരുന്നു. ദിവസങ്ങളോളം അവരവിടെ പ്രതിഷേധിക്കുന്നു. പിന്നീട് നിരാഹാര സമരത്തിലേക്ക് പോകുന്നു. അതിനുശേഷം അത് കോടതിയുടെ തന്നെ ഒരു ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാകുന്നു. അതിനുശേഷം ഡൽഹി പോലീസ് സോനം വാങ്ചുക്കിനെ അവിടെ നിന്ന് നീക്കം ചെയ്ത് സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അത് ഡിറ്റൻഷനാണ്, അറസ്റ്റാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ച ആൾക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം പോലും അങ്ങനെ പറഞ്ഞു. പക്ഷേ അതൊന്നും അങ്ങനെയല്ല എന്ന് ഡൽഹി കോടതി തന്നെ പറയുന്നത് നമ്മൾ കണ്ടു. ഹൈക്കോടതിയാണ് പറയുന്നത് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഫോഴ്സ് ഉപയോഗിച്ചിട്ടില്ല, അദ്ദേഹം അറസ്റ്റിലല്ല, ഡിറ്റൻഷനല്ല, സ്വതന്ത്ര പൗരനാണ്, അദ്ദേഹത്തിനെ ഫോഴ്സ് ഫീഡ് ചെയ്യാൻ പോലും ഡൽഹി പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അവരുടെ നടപടി ആർബിട്രറി ആയിട്ട് കാണാൻ കഴിയില്ല എന്ന്. ഇത്രയും ഡൽഹി കോടതി പറഞ്ഞതിന് ശേഷവും ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും ഈ CJP പ്രൊട്ടസ്റ്റേഴ്സും പല രാഷ്ട്രീയ പ്രവർത്തകരും ഇപ്പോഴും പറയുന്നത്, നമ്മുടെ നാട്ടിലെ മാതൃഭൂമി ഉൾപ്പെടെ പറയുന്നത് സോനം വാങ്ചുക്കിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാണ്. അത് തെറ്റാണ് എന്നുള്ള കാര്യം വന്നതിന് ശേഷവും ഈ നുണ പ്രചരിപ്പിക്കാനായിട്ട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോസ് എല്ലാം ജസ്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പണിക്കർ സാഹിബും ഈ പറയുന്ന കോടതിയുടെ വാക്കുകൾ ഏറ്റെടുത്ത് സംസാരിക്കുന്നു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു കോടതി മതിയായിരുന്നല്ലോ. ഈ ഇന്ത്യയിൽ മതത്തിൽ കൂടി ഒറ്റ കോടതി മതിയായിരുന്നല്ലോ. എന്തിനാണ് ഈ പല പല കോടതികളും? ഒരു കോടതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ, ലോവർ കോടതിയിൽ കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് ഹൈക്കോടതിയിലേക്ക് പോകുന്നു, പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. അത് പല വിഷനും പല ആൾക്കാരും പല ഓൾറെഡി ഹിയറിങ് കഴിഞ്ഞതിന് ശേഷവും ഹൈക്കോടതിയിലേക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്കൊക്കെ പോകുമ്പോൾ പല ജസ്റ്റിഫിക്കേഷനും അല്ലെങ്കിൽ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞ് തെളിയിക്കപ്പെടുന്നുണ്ടല്ലോ. അപ്പം റിയാലിറ്റിയിൽ വീഡിയോയിൽ എന്താ കണ്ടേക്കും നോക്കുക. വീഡിയോയിൽ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ അവിടുന്ന് എങ്ങനെയാണ് അവർ ഉള്ളിലേക്ക് കയറി വരുന്നതും അവർ എങ്ങനെയാണത് ചെയ്യുന്നതും ഒക്കെ നോക്കുക കേട്ടോ. അപ്പം പിന്നെ CJP എന്ന് പറഞ്ഞൊരു ഒരു പ്രസ്ഥാനം ഉണ്ടായത് തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായതിൻ്റെ മെയിൻ കാര്യം തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓൺലൈൻ ഒരു ഇത് ഉണ്ടായതിൻ്റെ മെയിൻ കാരണം തന്നെ ഒരു സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഒരു
കോടതിയുടെ ഇങ്ങനത്തെ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊണ്ടാണ്. ഒരു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു 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 ജനങ്ങളെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരെ പറ്റിയുള്ളൊരു വാക്കുകൊണ്ടാണ്. അപ്പം ഇതെല്ലാം നമ്മൾ കാണണ്ടേ? അല്ലാണ്ട് താങ്കൾ കോടതി മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞു പോകുന്നത് ശരിയല്ലല്ലോ. വീഡിയോയിൽ നമുക്ക് കാണാം, അവരുടെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്ന കാണാം, എങ്ങനെയാണ് കൊണ്ടുപോയതും ഏത് തരത്തിലാണ് കൊണ്ടുപോയെന്നും. അപ്പം ഇതിനെ താങ്കളും ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് സംസാരിക്കുന്ന കുറച്ചുകൂടി നല്ലതായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അത് വീഡിയോകളൊന്നും ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫീഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം താങ്കൾക്ക് ഇഷ്ടമുള്ളത് മാത്രം കാണിച്ച് അല്ലെങ്കിൽ താങ്കൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം മീഡിയയിൽ കാണിച്ച് അത് മാത്രം കണ്ടിട്ടാണോ ഈ പറയുന്നത്? എല്ലാ വീഡിയോസും കാണും, മൊത്തത്തിൽ കാണും, എല്ലാം ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ലൈക്ക് ചെയ്യും. അപ്പം ആ ഇൻസ്റ്റാഗ്രാം ഫീഡ് നിങ്ങൾക്ക് ഇപ്പം എല്ലാ ആംഗിളിൽ നിന്നും കാണിക്കും. ഒരേ കാര്യം മാത്രം ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അത് മാത്രമേ കാണിക്കുള്ളൂ. ഓക്കെ, എന്തായാലും മുന്നോട്ട് നോക്കാം. താങ്കൾ പറയുന്ന ഇതുവരെയുള്ള കാര്യങ്ങളിനകത്ത് എനിക്കൊരു കാര്യത്തിൽ മാത്രം യോജിപ്പുണ്ട്. അതായത് ഇങ്ങനൊരു സംഭവം നടന്നെന്നും അത് തെറ്റാണെന്നും താങ്കൾ അംഗീകരിച്ചല്ലോ. അല്ലെങ്കിൽ അതിന് മാറ്റേണ്ട കഴിവില്ലെന്നുണ്ടെങ്കിൽ മാറ്റേണ്ട ആവശ്യമുണ്ട് എന്നൊരു കാര്യങ്ങൾ താങ്കൾ അംഗീകരിച്ചല്ലോ. അത് തന്നെ വലിയ കാര്യം. എന്തായാലും മുന്നോട്ട് നമുക്ക് നോക്കാം. ഇനി ഇവിടെ ജസ്റ്റ് അല്ലാത്ത കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് നടൻ ടൊവിനോ മനസ്സിലാക്കേണ്ടത്. കാരണം ഡൽഹി ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയയാണ്. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ളതിനേക്കാൾ കൂടിയ സുരക്ഷാ പ്രോട്ടോക്കോളാണ് ഡൽഹിയിലുള്ളത്. രണ്ടാമത് പാർലമെൻറ്റ് ഇപ്പോൾ സെഷനിലാണ്. അവിടെ ഒരു പ്രൊട്ടസ്റ്റ് മാർച്ച്, പ്രത്യേകിച്ച് പാർലമെൻറ്റ് മാർച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ അതിന് പെർമിഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ പെർമിഷൻ ഇല്ലാത്ത ഒരു പാർലമെൻറ്റ് മാർച്ചാണ് അവിടെ ഈ പാറ്റ പാർട്ടി നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പാർലമെൻറ്റ് സെഷൻ ഇപ്പോൾ ഇല്ല, അല്ലെ ഇപ്പം അതിന് അനുവാദം കിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത്രയും സീരിയസ് ആയിട്ടൊരു കാര്യം നടന്നിട്ട് അതിനൊരു അനുവാദമൊക്കെ എടുക്കേണ്ടത്, അല്ല ഇങ്ങനൊരു കാര്യം നടക്കുമ്പോൾ അതിന് കുറച്ചുകൂടി മുൻഗണന കൊടുക്കേണ്ടത് ആവശ്യമല്ലേ? അത് ജനങ്ങളുടെ മൊത്തം ആവശ്യമല്ലേ? അതായത് ദേശീയ തലത്തിൽ മുഴുവന് ബാധിച്ചൊരു വിഷയം വരുമ്പോഴത്തേക്ക് അതിന് എല്ലാ തരത്തിലും അതിനൊരു സമയം കൊടുക്കണ്ടേ? അപ്പം അതിനിപ്പം ഈ സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും പെട്ടെന്നൊരു ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുക. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇല്ല, ഇപ്പം പാർലമെൻറ്റ് സെഷനിലാണ്, അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾ വരില്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ? ഇത്രയെല്ലാം സെഷനിലായിട്ടും വെളിരാജ്യം കറങ്ങാൻ പോകുന്നതിനും കാര്യങ്ങൾക്കൊന്നിനും ഒരു തടസ്സവും ഇല്ലല്ലോ, ഉണ്ടോ? പുറം നാട്ടിൽ പോകുന്നതിനും കറങ്ങുന്നതിനും അവിടെ പോകുന്നതിനും ഇവിടെ പോകുന്നതിനും അവിടെ വരുന്നതിനും ഇവിടെ വരുന്നതിനും അങ്ങനെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പം ഈ പെർമിഷൻ തരില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് അവരുടെ ഖിലാഫിലായതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കെതിരായതുകൊണ്ട് അവർ പെർമിഷൻ കൊടുത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാ നാട്ടിലും എല്ലാ സ്വാതന്ത്ര്യ സമരത്തിലും എല്ലാവരെയും പെർമിഷൻ മേടിച്ചിട്ടല്ലോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത്. ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്രൊട്ടസ്റ്റിന് അതിൻ്റേതായ സ്വാതന്ത്ര്യവും കാര്യങ്ങളും ചില സമയത്ത് കിട്ടിയിട്ടായിരിക്കും, പെർമിഷൻ കിട്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്, ചില സമയത്ത് കിട്ടാണ്ടും ചെയ്യേണ്ട അവസ്ഥ വരുന്നു. ആ കിട്ടാത്തതിൻ്റെ മെയിൻ കാര്യം അവർക്കെതിരെ ഇതിനു വേണ്ടി എതിരായിട്ട് നിൽക്കുമ്പോൾ, ഏതൊരു സിസ്റ്റത്തിനെതിരായിട്ട് നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ഫോൾസ് സിസ്റ്റത്തിനെതിരായിട്ട് നിൽക്കുമ്പോഴാണ് അവരത് പെർമിഷൻ കൊടുക്കാത്തത്. അപ്പോൾ അതുകൂടെ താങ്കളൊന്ന് പറ. എപ്പോഴും അവർ പെർമിഷൻ കിട്ടിയതിന് ശേഷം ചെയ്യാനാണെങ്കിൽ എപ്പോൾ ചെയ്യും ഇത്? പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്താ ചെയ്യാൻ? എന്നുവരെ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കും? അവരവർക്ക് എല്ലാവരുടെയും അവരവരുടെ പണികളില്ലേ? ഈ പ്രൊട്ടസ്റ്റിന് വരുന്ന ആൾക്കാരെ, ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ജോലിയുണ്ട്. അവർക്ക് അവരുടേതായ കാര്യങ്ങളും ചെയ്യണ്ടേ? അപ്പോൾ ഒരുപാട് നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ പെർമിഷൻ കൊടുക്കേണ്ട നേരത്തെ ഇവരുടെ ഉത്തരവാദിത്തമല്ലേ? എനിവേ, ഞാൻ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഞാൻ പറയുമ്പോഴും ഓൾറെഡി ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ ഓൾറെഡി ഇത് എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു ചെയ്യണമെന്ന് കരുതിയിട്ട്. പിന്നീട് ഞാൻ ഓർത്തത് ചെയ്യേണ്ടാന്ന്, പിന്നീട് ഓർത്ത് വേണ്ട, എന്തായാലും എടുത്ത് വെച്ചല്ല, ചെയ്തേ പറ്റൂ, അപ്പോൾ ചെയ്തേക്കാമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു പെർമിഷൻ ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ചെയ്തിട്ട് ഇപ്പം പുള്ളി റിസൈൻ ചെയ്തേ. അപ്പം ഇപ്പം മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ പെർമിഷനോടുകൂടി ചെയ്താലും പെർമിഷൻ ഇല്ലാണ്ട് ചെയ്താലും ആ ഒരു കോസ്, ജസ്റ്റ് കോസ് എന്ന് പറഞ്ഞ് താങ്കൾ പറഞ്ഞു വിട്ടാൽ തള്ളി വിട്ടേക്കുന്ന കേസിൽ ഇപ്പം നല്ല കോസ് ആയല്ലോ. അപ്പം അതിൻ്റേതായ കാര്യമുണ്ട്. അപ്പം ഇതും താങ്കളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ കാര്യം, ജന്തർ മന്ദറിലെ പ്രതിഷേധം എന്നത് നിയമപരമായി അംഗീകൃതമായിട്ടുള്ള ഒരു കാര്യമായിരുന്നുവെങ്കിൽ ഈ പാർലമെൻറ്റ് മാർച്ച് എന്നത് നിയമവിരുദ്ധമാണ്, അംഗീകാരമില്ല, അതിന് യാതൊരു വിധത്തിലുള്ള പെർമിഷനും അവിടുത്തെ ഡൽഹി പോലീസ് കൊടുത്തിട്ടുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഹൈ സെക്യൂരിറ്റി ഏരിയയിലാണ് പോലീസിൻ്റെ നിയന്ത്രണങ്ങളെ ബ്രീച്ച് ചെയ്തുകൊണ്ട് ഈ കുട്ടികളെല്ലാം തന്നെ പോയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. താങ്കളെ 1-2 പ്രാവശ്യമായി പെർമിഷൻ ഇല്ലാണ്ട് ചെയ്തു. അങ്ങനെ പെർമിഷൻ കിട്ടിയിട്ട് ചെയ്യാനായിരുന്നെങ്കിൽ ഇപ്പോഴും വെള്ളക്കാർ തന്നെ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നതിന്. ഗാന്ധിജിയൊക്കെ ആ രീതി ചിന്തിച്ചിരുന്നെങ്കിൽ, ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെ
സ്വാതന്ത്ര്യ സേനാനികളെല്ലാം എല്ലാം പെർമിഷൻ കിട്ടട്ടെ, എല്ലാം കിട്ടിയതിന് ശേഷം ഞങ്ങളുടെ സമരങ്ങൾ തുടങ്ങാം എന്ന് കരുതി നിന്നിരുന്നെങ്കിൽ കിട്ടും. അപ്പം ഒരു 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 സമരം നടക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുമ്പോഴത്തേക്ക് അതിന് എല്ലായ്പ്പോഴും പെർമിഷൻ കിട്ടിയതിന് ശേഷം ചെയ്യണം പറ്റണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ കാര്യങ്ങൾ എല്ലാവരുടെയും പെർമിഷനോട് കൂടിയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. സമരം എപ്പോഴും അങ്ങനെയാണ്. സമരം പെർമിഷൻ കിട്ടിയതിന് ശേഷം ചെയ്യാൻ നേരം നടക്കത്തില്ല. ഓക്കെ, പിന്നെ സമരം ചെയ്യുന്നത് ഏതെങ്കിലും സിസ്റ്റത്തിനെതിരാണെങ്കിൽ അവർ പെർമിഷൻ തരുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അടുത്തത് ഈ ടൊവിനോയുടെ പോസ്റ്റൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തോന്നുന്നത് ഈ പ്രതിഷേധക്കാരവിടെ ചെന്നപ്പോൾ അവരെ കാത്ത് ലാത്തിയും വടിയും ഒക്കെ ആയിട്ട് പോലീസുകാരവിടെ നിൽക്കുകയായിരുന്നു. അവർ വന്ന സമയത്ത് തന്നെ ബ്രൂട്ട് ഫോഴ്സ് ഉപയോഗിച്ച് അവരെ അവിടെ നിന്ന് അടിച്ചോടിച്ചു എന്നാണ്. കാരണം അദ്ദേഹം പറയുന്നത് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു, ഈ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു എന്നാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ നടന്നിരിക്കുന്ന അതിക്രമത്തിൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും കാണാത്തത് എന്ന്. അദ്ദേഹം കണ്ടിട്ടില്ല എങ്കിൽ ഈ ഒരു വീഡിയോയോടൊപ്പം അത്തരത്തിലുള്ള ചില ചിത്രങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. തുടക്കത്തിൽ മാത്രമല്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് എല്ലാം അങ്ങ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ ശ്രീജിത്ത് സാറേ. കാരണം ലാത്തി ചാർജ്, അതും സാറെന്താ പറയുന്നത്, പിള്ളേർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മായാവിയുടെയിലും അല്ലെങ്കിൽ മറ്റുള്ളവരതിനകത്തൊക്കെ ഈ മാജിക്കലിനകത്ത് വരുന്ന പോലെ പെട്ടെന്ന് നിന്ന നിപ്പിൽ ലാത്തിയൊക്കെ കൈകളിലേക്ക് പ്രതീക്ഷയാണോ? ഈ എന്താ പറയുക, ഈ തോറൊക്കെ ഉണ്ടല്ലോ മറ്റേ നമ്മുടെ യൂണിവേഴ്സൽ ചാനലിനകത്തൊക്കെയുള്ള എന്താ പറയുക സൂപ്പർ പവേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ, അവരെല്ലാം ഇങ്ങനെ ഇതുപോലെ സൂപ്പർമാൻ്റെയിലൊക്കെ ഇങ്ങനെ അവരുടെ ആയുധങ്ങൾ പറന്നെത്തുന്ന പോലെ പലയിടത്തും ഇങ്ങനെ കൈ നീട്ടിയപ്പോൾ ലാത്തി ഇങ്ങനെ കൈ നീട്ടിയപ്പോഴത്തേക്കും കൈകളിലേക്ക് ലാത്തി ഇങ്ങനെ പറന്ന് വന്ന് കയറിയതാണോ ലാത്തിയൊക്കെ? അവർ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. ശ്രീജിത്ത് സാറ് ടോവിനോ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോ കാണാത്തത് താങ്കളാന്ന് തോന്നുന്നല്ലോ. ഇടയ്ക്കൊക്കെ ഒന്ന് കാണ്. മറ്റേ എന്താ പറയുക, കാരണം ഞാനും പേഴ്സണലി പോയി കണ്ട ഒരു വ്യക്തിയാണ്. ഞാനും ആ ഒരു സമരത്തിൻ്റെ അന്ന് പോയില്ല, പക്ഷേ അതിൻ്റെ തലേ ദിവസം ഞാനും പോയതാണ്. 19th ഈ ഒരു പ്രോഗ്രാമിന് ഞാനും പോയത് അവിടെ. അപ്പം നമുക്ക് അറിയാമായിരുന്നു പോലീസുകാർ അന്ന് എങ്ങനെ ഉണ്ടായിരുന്നിരുന്നത്, അന്ന് ആ പോലീസുകാർ ഏത് രീതിയിലാണ് വന്നത്. പിന്നെ അടുത്ത ദിവസം നമ്മൾ വീഡിയോയും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ താങ്കളെ പോലെ തന്നെ ദൂരത്തിരുന്ന് ഞാനും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പോലീസുകാർ എങ്ങനെയാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇത്രയും സെറ്റപ്പോടും കൂടിയും ഇത്രയും കാര്യങ്ങളോട് കൂടിയിട്ടില്ല വന്നത്. അതുപോലെ മെട്രോ സ്റ്റേഷനുകൾ തടയുന്നു, അങ്ങനെ പല രാജീവ് ചോക്കൊക്കെ ഇത്രയും എന്താ പറയുക, ഇത്രയും വീടുള്ളൊരു സ്ഥലം, ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് വരുന്ന സ്ഥലം, ആ മെട്രോ ഒക്കെ തടയുന്നു. ആ മെട്രോ സ്റ്റേഷനകത്ത് നിന്ന് പുറത്തേക്ക് വരാനുള്ള കാര്യങ്ങൾ തടയുന്നു. അപ്പം അയക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ താങ്കളും ഒന്ന് ഈ ഫിൽറ്റർ ചെയ്ത് മാത്രം വീഡിയോ വെക്കാതെ എല്ലാം ഒന്ന് കാണണം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ നോക്കാം, ഏതൊക്കെ വീഡിയോസാണ് ഇനിയിപ്പം ഇദ്ദേഹം ഇടാൻ പോകുന്നതെന്ന്. എല്ലാ വീഡിയോ ഇടുവോ അതോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനോട് മാത്രം യോജിക്കുന്ന വീഡിയോ ഇടുവോ എന്ന് നമുക്ക് കണ്ടറിയാം. നമുക്ക് നോക്കാം ഏതൊക്കെ വീഡിയോ ആണ് ഇദ്ദേഹം ഇപ്പോൾ ഇടാൻ പോകുന്നതെന്ന്. വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന്, പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്ന് സമാധാനത്തിനെ ലംഘിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന അതിക്രമത്തിൻ്റെ ചിത്രങ്ങളാണ് ഇത് ഓരോന്നും. ഇത് കണ്ടതിന് ശേഷം ടൊവിനോ പറയുക എന്ത് തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ തെറ്റ് ഞാൻ പറഞ്ഞു, അനുവാദമില്ലാതെ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയയിലേക്ക് അവർ പ്രതിഷേധ മാർച്ച് നടത്തി എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അവർ ആ ഒരു പ്രതിഷേധത്തിൽ അതിക്രമം അഴിച്ചുവിട്ടു എന്നുള്ളതാണ്. ആ അക്രമത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക. ടൊവിനോയുടെ രണ്ടാമത്തെ ചോദ്യം, അവരേതെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചോ എന്നുള്ളതായിരുന്നു. പൊതുമുതലും സ്വകാര്യ മുതലും അവർ നശിപ്പിച്ചു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. പോലീസിൻ്റെ വാഹനങ്ങൾ എന്ന് പറയുന്നത് പൊതുമുതലിൽ പെടുന്നതാണ്. മറ്റു വാഹനങ്ങൾ എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളുടേത്, സ്വകാര്യ പ്രോപ്പർട്ടിയുമാണ്. അതെല്ലാം തന്നെ നശിപ്പിക്കുന്ന, വാഹനങ്ങളുടെ വിൻഷീൽഡ് അടിച്ചു പൊട്ടിക്കുന്ന, അതിൻ്റെ വൈപ്പറുകളും മറ്റും ഇളക്കിയെടുക്കുന്ന, വാഹനങ്ങൾ തള്ളിമറിക്കുന്ന, പോലീസിൻ്റെ വാഹനം തന്നെ നശിപ്പിക്കുന്ന, സ്വകാര്യ വാഹനങ്ങളുടെ മുകളിലേക്ക് കയറി നിന്ന് ചവിട്ടുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ടൊവിനോയുടെ ഭാഷയിലെ ഭാവി തലമുറ ഈ രീതിയിൽ പ്രതികരിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയേണ്ടത്. അദ്ദേഹത്തിന് പകരം ഞാൻ പറഞ്ഞ കുഴപ്പമുണ്ട്. എന്തായാലും ഇത് കാണുമ്പോൾ എനിക്കും പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറയാം. ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത് എൻ്റെ പിന്നെ ചങ്ങായിയെ? ഈ പ്രശ്നങ്ങൾ തുടങ്ങി കുറേ കഴിഞ്ഞിട്ടാണ്. ഇത് നിന്ന നിപ്പിൽ പിള്ളേർ വന്നപ്പോൾ തന്നെ കല്ലും പൊക്കി പിടിച്ചുകൊണ്ട് വന്നതൊന്നുമല്ല, അല്ലെങ്കിൽ വന്നപ്പോൾ തന്നെ പോലീസ് ജീപ്പ് മറിച്ചിട്ടൊന്നുമല്ല. ഇത് പ്രക്ഷോഭങ്ങളുണ്ടാവുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടിയൊക്കെ നടന്നതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അല്ലാണ്ട് ആദ്യം തന്നെ ഇത് ഉണ്ടായതൊന്നുമല്ല. അത്രയും ദിവസവും ശാന്തമായിട്ട് തന്നെയാണ്
പിള്ളേരായാലും വലിയവരായാലും പിള്ളേരെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എല്ലാവരും ഉണ്ട്. എല്ലാ കാറ്റഗറിയിലുള്ള വലിയ ആൾക്കാരുണ്ട്, ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരുണ്ട്, അറിവില്ലാത്തവരുണ്ട്, എന്തിനാ പ്രക്ഷോഭം നടക്കുന്നതെന്ന് അറിയാവുന്നവരുണ്ട്, മേലാത്തവർ വരെയുണ്ട് ഇതിനകത്ത്. ഓക്കെ, സോ അത് പിള്ളേരെ മാത്രം നിങ്ങൾ കുറ്റം പിടിക്കാതെ, പിള്ളേരെ മാത്രമായിട്ട് നിങ്ങൾ ചേർത്ത് പിടിക്കാതെ, ഈവൻ പോലീസുകാർ തന്നെ ക്ലാസ് തല്ലി പൊട്ടിച്ച ചിത്രങ്ങൾ വരെയുണ്ട്. ആ വീഡിയോ ഒന്നും ഇതിനകത്ത് ഇതുവരെ കണ്ടില്ല, ഫോട്ടോസൊന്നും കണ്ടില്ല. മുന്നോട്ട് നോക്കാം അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ. ഒന്നും ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ശ്രീജിത്ത് സാറേ, ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ അതൊക്കെ ഒന്ന് ചേർത്തിടെ, എന്നിട്ട് അതിനെപ്പറ്റിയൊക്കെ പറ. ടോവിനോ സാറേ തെറ്റുപറ്റിപ്പോയി, ഞാൻ ഈ വീഡിയോ ഒന്നും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്രൂശിക്കാൻ കയറുമ്പോഴത്തേക്കും ഒന്ന് നോക്കണം. ഈവൻ പണ്ട് മറ്റേ പാപിനിയായ സ്ത്രീയെ കല്ലെടുത്തെറിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും സ്വന്തം ഭാവങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുറ്റബോധം ഉണ്ടായെന്ന് പറഞ്ഞാൽ ശ്രീജിത്ത് സാർ അതും കൂടെ അങ്ങ് ചെയ്താൽ നല്ലതാണ്. ഇപ്പം ഈ വക പോസ്റ്റുകൾ മാത്രം ഇടുമ്പം കുട്ടികളെ തല്ലി തകർത്തതും അവരുടെ കൈയും കാലും തല്ലി ഓടിച്ചതും പെണ്ണുങ്ങൾക്കിട്ട് വരെ മോശമായ രീതിയിൽ പെരുമാറിയ വ്യക്തി, ഇതുവരെ കാര്യങ്ങൾ വരെ ഉണ്ട്. അതെല്ലാം ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾ ഈ തല്ലി പൊട്ടിച്ച് വെച്ചേക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിനകത്ത് പലതും ചില കാര്യങ്ങളൊക്കെ പിള്ളേർ തല്ലിപ്പൊട്ടിച്ചാവാം, അത് ആവാമെന്നല്ല ആണ്. അതുപോലെ തന്നെ പോലീസുകാരും ചില്ലറക്കാരൊന്നും അല്ല, അവർ ചെയ്ത അക്രമം കൂടെ സാറ് ഇതിനകത്തൊക്കെ ഒന്ന് കാണിക്കേ. ഈ ആണി മറ്റേ കുത്തി വെച്ചേക്കുന്ന കമ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, കമ്പും കോലും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എന്ത് ചെയ്യും? ആ വക ഫോട്ടോസൊന്നും കാണുന്നില്ല. ഒരു പയ്യനാണെങ്കിൽ ആശുപത്രി ചെന്ന് കിടന്നിട്ടാണെങ്കിൽ മോൻ്റെ ദേഹത്ത് മുഴുവൻ മറ്റേ ലാത്തിക്കകത്ത് ആണി കയറ്റി വെച്ചേക്കുന്ന ലാത്തിക്കകത്ത് കൊണ്ട് കിട്ടിയ കിഴുത്തിയാണ് ദേഹത്ത് മുഴുവൻ. അതൊക്കെ എന്ത് ചെയ്യും സാറേ? അതൊക്കെ ഒന്ന് ഈ ഭാവി തലമുറയ്ക്ക് കിട്ടിയ പരിപാടിയാണ്. ഈ 2 വിരലും പൊക്കി പിടിച്ചുകൊണ്ട് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. 2 കൈയും പൊക്കി പിടിച്ച് 2 വിരലും പൊക്കി പിടിച്ച് ഭാവി തലമുറ എന്ന് പറഞ്ഞ് താങ്കൾ ഈ കളിയാക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാന്ന് പറ. ഈ പോലീസ് വാഹനങ്ങൾ ഏതെങ്കിലും രീതിയിൽ അവിടെ പ്രശ്നമുണ്ടാക്കിയോ, എന്തായിരുന്നു അതിൻ്റെ കുഴപ്പം എന്നതിനെക്കുറിച്ചാണ് പറയേണ്ടത്. നമ്മുടേത് നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധമുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടാൻ, അതിനെ തടയാൻ, അവരെ പിന്തിരിപ്പിക്കാനുള്ള സംവിധാനം ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉണ്ട് എന്ന് ടൊവിനോയ്ക്ക് അറിയില്ല എങ്കിൽ താങ്കൾ മനസ്സിലാക്കുക. ഇങ്ങനത്തെ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനും അതിനെ പിന്തിരിപ്പിക്കാനും പോലീസുകാർക്ക് അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. സമ്മതിച്ചു, അതിന് ചെയ്യണം, വേണ്ടാന്ന് ഞാനും പറയുന്നില്ല. അപ്പം അതേപോലെ തന്നെ ഞാനൊരു കാര്യം, ഒരു തെറ്റായ ഒരു രീതിയിൽ ഭരണം പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ള അവകാശമില്ലേ? അത് തന്നെയല്ലേ ഇപ്പം കുഞ്ഞുങ്ങൾ പിള്ളേരും കാണിക്കുന്നത് അല്ലേ? എല്ലാവരും കൂടി ജനങ്ങൾ മുഴുവൻ കാണിക്കുന്നത് തന്നെയല്ലേ? നിങ്ങൾക്ക് തെറ്റായ ഒരു കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഭരണകൂടം തെറ്റായ ഒരു രീതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അതെങ്ങനെ ഒരു തെറ്റ് നടക്കാതിരിക്കാൻ വേണ്ടി അതിനെ എങ്ങനെ പോലീസ് അതിനെ തടയിടുന്നു, അതേപോലെ തന്നെ ഒരു ഭരണകൂടം തെറ്റ് ചെയ്യുമ്പോൾ അതിനെ തടയിടുന്നു ജനങ്ങൾ. അത്രയല്ലേ ഉള്ളൂ. ഇത് ടോവിനോ മനസ്സിലാക്കണം. ഇപ്പോൾ വീഡിയോ തീരുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പം മനസ്സിലാക്കേണ്ടത് ശ്രീജിത്ത് പണിക്കരാന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹം മുന്നോട്ട് ഓരോ കാര്യങ്ങൾ എങ്ങനെ അവലോകനം ചെയ്യുന്നത് നമുക്ക് ഇനി മുന്നോട്ട് നോക്കാം. ഈ വീഡിയോ ഒക്കെ പുള്ളിയുടെ എത്തുമെന്ന് എനിക്കറിയത്തില്ല. എപ്പോഴേലും സമയം കിട്ടുവാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ടാഗ് ചെയ്ത് പുള്ളിയിലൊന്ന് എത്തിക്കേട്ടോ. എന്തായാലും കൊള്ളാം. ഇനി അദ്ദേഹം ചോദിച്ച അടുത്ത ചോദ്യം, ഡിഡ് ദേ റിസോർട്ട് ടു വയലൻസ് എന്നാണ്. അവർ ഏതെങ്കിലും തരത്തിൽ അക്രമം അഴിച്ചുവിട്ടോ എന്നുള്ളതാണ്. അക്രമം അഴിച്ചുവിട്ടു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ കൂടി ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിൽ പ്രധാനപ്പെട്ട കാര്യം ടൊവിനോ മനസ്സിലാക്കേണ്ടത്, ഇവരുടെ അക്രമത്തിനെ തുടർന്ന് 118 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കുപറ്റിയത്. പല റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്, അവർക്കാണ് പരിക്കുപറ്റിയത്. അതിൽ പല ആൾക്കാരും രക്തം വാർന്ന മുഖവുമായി അവിടെ നിൽക്കുന്നത് കാണാമായിരുന്നു. അവരെയൊക്കെ കല്ല് വലിച്ചെറിഞ്ഞതാണ്. അപ്പോൾ എന്തിനാണ് സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൽ കല്ല് വലിച്ചെറിയുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ടൊവിനോ പറ എന്ന് പറയുന്നതിന് ഇടയ്ക്ക് ഞാൻ കയറി പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, എനിവേ, എന്തായാലും അക്രമാസക്തം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വരുന്നു. നമുക്ക് നോക്കി. അപ്പം ഈ സമാധാനപരമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഇവർ ഈ 118 പേരെ പോലീസുകാരെ കിട്ടി. അത് എവിടുത്തെ ഇദ്ദേഹത്തിന് കിട്ടി? കറക്റ്റായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള നമ്പർ എവിടുന്ന് കിട്ടി? അതിനുണ്ടായിരുന്ന കൗണ്ടിങ് ഉണ്ട്. എന്നാൽ താങ്കൾ ഒരു കാര്യം കൂടി ചെയ്യും. ഈ ജനങ്ങളിൽ എത്ര പേരെ ആക്രമിച്ചു, അല്ലെങ്കിൽ അവരിൽ എത്ര പേർക്ക് അടി കിട്ടി, എത്ര പേർക്ക് പൊള്ളലേറ്റു, അല്ലെങ്കിൽ എത്ര പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, എത്ര പേരുടെ കൈയും കാലും ഒടിഞ്ഞു, എത്ര പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഒരു കണക്കൂട്ട് എടുക്കുവാൻ പറ്റുമോ? ശ്രമിച്ച് നോക്കുമായിരുന്നു, നല്ലതായിരുന്നു. താങ്കൾക്ക് നമുക്കൊന്ന് കമ്പയർ ചെയ്യായിരുന്നു. ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് അതോ പോലീസുകാർക്കാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത്? പോലീസുകാർ എത്രയോ അടിയെല്ലാം കൊടുത്തതിന് ശേഷമാണ് ജനങ്ങൾ തിരിച്ച് തല്ലാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ എല്ലാവരും പോലീസിനെ പേടിച്ചിരുന്നിട്ട് അവരുടെ പോക്ക് ശരിയല്ല എന്ന് കണ്ടപ്പോഴാണ് തിരിച്ച് അവർക്കിട്ട് പൊട്ടി കൊടുക്കാൻ തുടങ്ങിയത്. അപ്പം അതിൻ്റെ കണക്കൂടൊന്ന് എടുക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു സർ.
ഓക്കെ. സ്റ്റോൺ പെൽറ്റിങ്ങിൻ്റെ നിരവധി വിഷ്വൽസ് ഇവിടെയുള്ള പല മാധ്യമ സ്ഥാപനങ്ങളും കാണിച്ചിരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഈ നാട്ടിലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധത്തിൽ എന്തിനാണ് പോലീസിന് നേരെ കല്ലെറിയുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ഇവരിങ്ങനെ വയലൻസ് കാണിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. സാറേ, താങ്കൾ ഈ മാധ്യമങ്ങളെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാതെ, മാധ്യമങ്ങൾ എന്തോരം വിഷ്വൽസ് കാണിച്ചിട്ടുണ്ട്, എന്തോരം കാണിച്ചിട്ടില്ല. ഈയിടെ ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുമ്പോഴത്തേക്കും ഗോദി മീഡിയ എന്ന് പറഞ്ഞ് പല പ്രമുഖ മാധ്യമങ്ങളും അവിടെ വരാൻ തന്നെ ഇത്രയും നാളായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അവരെ എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ ചോദ്യം ചെയ്യുന്നില്ല? ഈ മാധ്യമങ്ങളിൽ കാണിച്ചേക്കുന്ന വിഷ്വൽസ് ഈ ജനങ്ങൾക്ക് അടി കിട്ടുന്ന കാണിക്കുന്നുണ്ടോ? അതുകൊണ്ട് നോക്ക്, ജനങ്ങൾക്ക് അടി കിട്ടുന്നത്. അതുപോലെ ഓരോ സ്ഥലത്തും മുക്കിലും മൂലയിലും എല്ലായിടത്തും മാധ്യമത്തിൻ്റെ ക്യാമറ ഇല്ല. താങ്കൾ ആ സോഷ്യൽ മീഡിയ ഒന്ന് ഓപ്പണാക്കി നോക്കുമ്പോഴത്തേക്കും, കാരണം സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾക്ക് വീഡിയോസ് എടുക്കുന്നതിന് അവർക്ക് വേണ്ടുന്ന വീഡിയോസ് എടുക്കുന്നതിനും അവർക്ക് പ്രചരിപ്പിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇൻഡിവിജ്വൽ സിറ്റിസൺസ് ആണ്. അവർക്ക് എത്ര വീഡിയോ എടുത്തിട്ട് അവർക്ക് യാതൊരു അനുവാദം ആരുടെയും കൊടുക്കാതെ അവർക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ചുമ്മാ ഒന്ന് കയറി നോക്ക്. മാധ്യമങ്ങളൊക്കെ നല്ലതാണ്, നല്ലതല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മാധ്യമങ്ങളോടൊപ്പം തന്നെ എല്ലാ ഭാഗത്തുനിന്നും ഇപ്പം പണ്ടത്തെ പോലെ മാധ്യമങ്ങളെ മാത്രം കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഇപ്പോൾ ഇല്ല. നേരത്തെ നിന്ന് മാധ്യമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് വീഡിയോസ് കിട്ടുന്ന കാര്യങ്ങൾ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം യൂട്യൂബായി, ഇൻസ്റ്റാഗ്രാമായി, അതുപോലെ ഫേസ്ബുക്കായി, എല്ലാത്തിനകത്തൊന്ന് കയറി നോക്ക് സാർ ഇങ്ങനെ എവിടുന്നെങ്കിലും ഒരിടത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രം വെച്ചങ്ങോട്ട് സംസാരിക്കാതെ. അതുപോലെ മാധ്യമങ്ങളിൽ നല്ല മാധ്യമങ്ങളും ഉണ്ടായിരുന്നു, നല്ല ജേർണലിസ്റ്റുകളും ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രൊട്ടസ്റ്റിന് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ എല്ലാവരും എടുത്ത് നോക്ക്. കേട്ടോ, മാധ്യമങ്ങളിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും ഇപ്പം അറിയാം. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രൊട്ടസ്റ്റുകളിലൊക്കെ മാധ്യമങ്ങളെ മാത്രമായിരുന്നു എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഈവൻ ഞാൻ പോലും മാധ്യമങ്ങളുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ബാക്കിയുള്ളത് മറ്റേ സോഷ്യൽ മീഡിയ നമ്മൾ നോക്കും. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ വ്യക്തികളും മുക്കിലും മൂലയിലും പല ആംഗിളിൽ നിന്നും പല രീതിയിലും പല വ്യക്തികളും പല സ്വാതന്ത്ര്യത്തിലായത് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ അതൊക്കെ കാണുന്നത് നല്ലതാണ് സർ. ഇനി ഈ വയലൻസ് കാണിച്ചിരിക്കുന്നത് പുരുഷന്മാരായിട്ടുള്ള പോലീസുകാർക്കെതിരെ മാത്രമല്ല, വനിതാ പോലീസുമാർക്കെതിരെയും ഉണ്ട്. ഈ 118 പേരിൽ കുറേയധികം പേർ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതും ടോവിനോ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഭാവി തലമുറ എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥരെ, വനിതാ പോലീസിനെയൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, കല്ലെടുത്തെറിയുന്നത് എന്നുള്ളത് അദ്ദേഹം പറയണം. കുറച്ച് നേരത്തേക്ക് അദ്ദേഹത്തിന് വരെ ഞാൻ തന്നെ അങ്ങ് പറയുക കേട്ടോ. എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഈ പോലീസുകാർ അല്ലെങ്കിൽ ലേഡി പോലീസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ കയ്യിലിരിപ്പിൻ്റെ മോശമായിരുന്നോ? അവരെന്നെ ഒന്നും ചെയ്തില്ലേ? മോശമായിരുന്നോ? ഒന്ന് നോക്കിയേ. അവരൊക്കെ എന്തോരം അടി കൊടുത്തേക്കുന്നേ. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് മേടിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. വനിതാ പോലീസുകാരൊന്നും ചെയ്തിട്ടില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ സാറിനെ കൊണ്ട് തോറ്റല്ലോ. സാറ് മൊത്തം വൺ സൈഡായിട്ട് നിന്നാണല്ലോ സംസാരിക്കുന്നത്. പാവം ടോവിനോ സാറിനെ അങ്ങ് കൊല്ലാനുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നല്ലോ. എല്ലാം സൈഡിൽ നിന്ന് നോക്ക്, അതല്ലെങ്കിൽ പിന്നെ എനിക്കൊക്കെ പണിയല്ലേ. ഞാനും ഇങ്ങനെ ഇരുന്ന് കുത്തിയിരുന്നുണ്ടാക്കും ഇത്. ഇനി മറ്റൊന്ന്, അവിടെ സമാധാനപരമായിട്ട് ബാരിക്കേഡ് വെച്ച് ഇവരെ തടഞ്ഞിട്ട് ബാരിക്കേഡിന് ഇപ്പുറത്തെ വശത്ത് നിൽക്കുന്ന പോലീസുകാരുടെ നേർക്ക് ഈ പ്രതിഷേധക്കാരിൽ ചിലർ വന്നിട്ട് അവരുടെ മുഖത്തേക്ക്, അവരുടെ ചെവിയിലേക്ക് ഒക്കെ പെപ്പർ സ്പ്രേ അടിക്കുന്ന ചില ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. എന്തിനാണ് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധത്തിൽ പോലീസ് ഒരു ആക്ഷനും എടുക്കാതെ നിൽക്കുന്ന സമയത്ത് അവരുടെ അണ്ണാക്കിലേക്ക് പെപ്പർ സ്പ്രേ അടിക്കുന്നത് എന്നതിനെക്കുറിച്ച് ടോവിനോ പറഞ്ഞാൽ നന്നായിരിക്കും. ടോവിനോ ഇനിയും പറയുന്നില്ല, ഞാനേ പറയുന്നുള്ളൂ. പോട്ടെ. പെപ്പർ സ്പ്രേ എന്തിനാ അടിച്ചതെന്നല്ലേ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. ഇതൊരു പബ്ലിക്കായിട്ട് വന്നേക്കുന്ന ഒരു പ്രൊട്ടസ്റ്റാണ്. ഈ ഒരു പ്രൊട്ടസ്റ്റിനകത്ത് പല വ്യക്തികളുണ്ട്. അതിനകത്ത് ഈ കാര്യം എന്താണെന്ന് അറിഞ്ഞു വന്നവരുണ്ട്, അറിയാണ്ട് വന്നവരുണ്ട്, സമാധാനമായിട്ട് അക്രമം നിൽക്കുന്നവരുണ്ട്, സമാധാനം ഇല്ലാത്തവരുണ്ട്, അങ്ങനെ പല വ്യക്തികളുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ ഒരു 3-4 പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ ആ 4 പിള്ളേർക്ക് ഒരേ സ്വഭാവമല്ലല്ലോ. ഒറ്റ കുടുംബത്തിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പലർക്കും പല അഭിപ്രായങ്ങളും പല രീതികളായിരിക്കും അവരുടെ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോഴും അതിനകത്ത് മെയിനായിട്ടുള്ള വ്യക്തികൾ എന്താണ് ചെയ്തേക്കുന്നുള്ള കാര്യം നിങ്ങൾ നോക്ക്. അവരൊക്കെ എന്തോരം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഒരു പ്രതിഷേധം വന്നതിന് ശേഷമാണ്. നിങ്ങളിപ്പോൾ കുറച്ച് പറഞ്ഞല്ലോ, ലാത്തി ചാർജ് നേരത്തെ എടുത്തുകൊണ്ട് വന്നതല്ലല്ലോ, അവർക്ക് വേണ്ടി തല്ലാൻ വേണ്ടി ഒരുങ്ങി നിന്നല്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്തായാലും ഇത് പറയുന്നില്ല, അവർ പെപ്പർ സ്പ്രേ എടുത്തുകൊണ്ട് വന്നത് ഇത് നേരത്തെ അവർ മുൻകൂട്ടി തന്നെ കൊണ്ടുവന്നായിരിക്കണം. അല്ലെ അവർക്ക് പെട്ടെന്ന് എങ്ങനെ കിട്ടുന്നത്? അത് മേ ബി അങ്ങനെ കൊണ്ടുവന്നായിരിക്കണം, ആവണം, അതായവാനാണ് സാധ്യത. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രതിഷേധകരും ഉണ്ട്. അപ്പോൾ എല്ലാവരെയും നമുക്ക് ക്ലീൻ ഷീറ്റ് എടുത്ത് നമുക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ?
ഇല്ല. അപ്പം ഈ ഒരു കാര്യത്തിനകത്ത് ജനങ്ങൾക്ക് രോഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ജനങ്ങൾ പ്രതികരിക്കും. അടി കൊടുത്താൽ തിരിച്ചടിക്കാൻ പറ്റുന്നതിന് പകരം പെപ്പർ സ്പ്രേ അടിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യും. അങ്ങനെയാണെങ്കിൽ കണ്ണീർ വാതകം അടിക്കുന്നതിനോ, ടിയർ ഗ്യാസ് അടിക്കുന്നതോ പെപ്പർ സ്പ്രേ പോലെ തന്നെയല്ലേ ടിയർ ഗ്യാസ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇടുന്നത്. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ലേ? ജനങ്ങളുടെ ഇടയിലേക്ക് ടിയർ ഗ്യാസ് ഇടുമ്പോൾ അവർ പെപ്പർ സ്പ്രേ അടിച്ചു. അവർക്കിപ്പം ടിയർ ഗ്യാസ് ഇപ്പം പുറത്തുനിന്ന് മേടിക്കാൻ പറ്റത്തില്ല. കിട്ടിയിരുന്നെങ്കിൽ അവരത് മേടിച്ച് പൊട്ടിച്ചതിനെ തിരിച്ച്. അവർക്ക് പുറത്തുനിന്ന് പെപ്പർ സ്പ്രേ കിട്ടിയത്, അതുകൊണ്ട് പെപ്പർ സ്പ്രേ അടിച്ചു. ടിയർ ഗ്യാസ് കിട്ടാഞ്ഞത്, ടിയർ ഗ്യാസ് ആണല്ലോ അങ്ങോട്ട് ഉപയോഗിച്ചത്. ടിയർ ഗ്യാസ് അങ്ങോട്ട് ഉപയോഗിച്ചപ്പോൾ തിരിച്ച് പെപ്പർ ഗ്യാസ് കിട്ടി. അടി അങ്ങോട്ട് കൊടുക്കുമ്പോൾ പോലീസുകാർ അങ്ങോട്ട് അടിച്ചപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് അടി കിട്ടി. എന്തുവാണോ ചെയ്തത്? ഈ ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറഞ്ഞാൽ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതാണിപ്പോൾ സംഭവിച്ചേക്കുന്നത്. ഓക്കെ ചേട്ടാ, ഓക്കെ, ബാക്കി നമുക്ക് കേൾക്കാം. കർത്താവ്, ഈ വീഡിയോ എന്തോരം മുന്നോട്ട് പോകുന്ന ഒരു പിടുത്തവുമില്ല. എന്തായാലും നോക്കാം. ഇനിയൊന്ന് ടൊവിനോ ഒരുപക്ഷെ കാണാഞ്ഞ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ പ്രവർത്തകരും ഈ ദൃശ്യങ്ങളൊക്കെ കവർ ചെയ്യാൻ അവിടെ എത്തിയിരുന്നു. അത് അവരുടെ തൊഴിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് എത്തിയിരുന്ന പല മാധ്യമ പ്രവർത്തകരെ, പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് നേരെ അതിക്രമമാണ് അവിടെ ഉണ്ടായത്. അവരെ ആൾക്കൂട്ടം കൂടി അവരെ കൂവുന്നു, അവരെ ഹെക്കിൾ ചെയ്യുന്നു, അവരുടെ തോളത്ത് കൂടി കൈയിടുന്നു, അവരെ തൊഴിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായതിൻ്റെ വിഷ്വൽസും നമ്മൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. ടൊവിനോ എന്താണ് കാണാത്തത് എന്നെനിക്കറിയില്ല. പണിക്കര സാറേ, ഇതിനകത്തൊന്നും ഒരു കാര്യം താങ്കൾ എന്തുകൊണ്ട് കാണുന്നില്ല? എല്ലാവരുടെയും എതിരെ ഇവർ ഈ രീതിയിൽ നടപടിയെടുത്തോ? ഇല്ല. എല്ലാവരോടും ജനങ്ങൾ ഈ രീതിയിലല്ല റിയാക്ട് ചെയ്തേക്കുന്നത്. ഏതൊക്കെ അവർക്ക് ഗോതി മീഡിയ എന്ന് തോന്നിയോ അവരോടാണ് അവർ ഈ രീതി ചെയ്തേക്കുന്നത്. എല്ലാവരെയും മാറ്റിയിട്ടില്ല. എത്രയോ മാധ്യമ പ്രവർത്തകർ അവിടെ നിന്ന് അതിൻ്റെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും കാണിക്കുകയൊക്കെ ചെയ്തു. ഈ ഒരു പ്രക്ഷോഭത്തിന് മാത്രം വന്നപ്പോഴാണ് അവരതിനെപ്പറ്റി വേണ്ടാത്ത ചെറിയൊരു മറ്റുള്ള കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴേക്കും അതിനകത്തെല്ലാം മാധ്യമക്കാർ ഓടി വന്നിരുന്ന് പറയാനുള്ള എല്ലാ ചെങ്കൂറ്റും കാണിക്കുന്നുണ്ടല്ലോ. ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ്, ഇത്രയും 22 മില്യൺ ഒറ്റയടിക്ക് CJPയുടെ പ്രൊട്ടസ്റ്റിന്, അല്ലെങ്കിൽ ആ ഒരു CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്ലാറ്റ്ഫോമിൽ കിട്ടി. അപ്പോൾ ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് നടക്കാൻ പോകുന്നു, ഇത്രയും ആഹ്വാനങ്ങൾ ചെയ്ത് ജന്തർ മന്ത്രി ചെയ്തു. ഇതൊന്നും ആരും എന്നെ കവർ ചെയ്യാഞ്ഞേ? ആ സമയത്ത് തന്നെ കവർ ചെയ്യാഞ്ഞേ? ഈ അവസാന നിമിഷം കൊണ്ട് എന്നിട്ട് പ്രൊട്ടസ്റ്റ് നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടിയണ്ട കാണിക്കാനും അതിനകത്തുനിന്നുള്ള നെഗറ്റീവായിട്ടുള്ള പോയിന്റുകൾ കാണിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ ഓടി പിടിച്ചു വന്നപ്പോഴാണ് അവരെയാണ് ജനങ്ങൾ ബോയ്ക്കോട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് ടൊവിനോ എന്നാ കാണാത്തെന്ന് ചോദിക്കുന്നതിന് മേലെ നല്ലത് ഇപ്പം പണിക്കർ സാർ എന്താ കാണാത്തേ എന്നതാണ് ആശയം. നമുക്ക് നോക്കാം മുന്നോട്ട് എന്താ പിന്നെയും പണിക്കർ സാറിന് പറയാനുള്ളതെന്ന്. അതിൽ തന്നെ ഷഫാലി നിഗം എന്ന ടൈംസ് ഗ്രൂപ്പിൻ്റെ ജേർണലിസ്റ്റ് അവർ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ വിഷ്വൽസ് അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ അവരുടെ ചുറ്റും നിന്ന് ഈ പ്രതിഷേധക്കാരായിട്ടുള്ള ഭാവി തലമുറ കൂവുകയാണ് ചെയ്യുന്നത്. അവരുടെ തൊഴിലാണ് അവരവിടെ ചെയ്യുന്നത്. അത് അനുവദിക്കാതെ അവരെ കൂവിയതിന് ശേഷം ആ ലൈവ് റിപ്പോർട്ടിങ്ങിൽ തന്നെ അവർ പറയുന്നുണ്ട്, ദാ എൻ്റെ കാലിൽ ഒരാൾ തൊഴിച്ചിരിക്കുന്നു. എന്നിട്ട് ആ തൊഴിച്ചയാളിനെ അവർ വട്ടം പിടിച്ചിട്ട് നീ എന്തിനാണ് എന്നെ തൊഴിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അയാൾ പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാതെ അവിടെ നിൽക്കുന്നു. മറ്റുള്ള ആൾക്കാർ ആരും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം പോലും ഈ സോക്കോൾഡ് സമാധാനപരമായിട്ടുള്ള പ്രൊട്ടസ്റ്റിൽ ഈ ഭാവി തലമുറയുടെ ഭാഗത്ത് നിന്നുണ്ടായതിനെക്കുറിച്ച് ടൊവിനോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. വീണ്ടും ടൊവിനോ കണ്ടിട്ടില്ല എന്ന്. ടൊവിനോ ഇതെല്ലാം കണ്ടതാണ്. ടൊവിനോ ഇതെല്ലാം കണ്ടു. പിന്നെ ടൊവിനോയ്ക്ക് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നേരമുണ്ടോ? കുറച്ചൊക്കെ പുള്ളിയുടെ ജോലിക്കകത്തും പുള്ളിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണ്ടേ? താങ്കളെ പോലെ ഇപ്പം ഇങ്ങനൊരു കാര്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇപ്പം അല്ലേ താങ്കളെ പോലെ അല്ലേ എന്നെ പോലെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നും കീറി മുറിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചിലപ്പം ടൊവിനോയ്ക്ക് അതിനുള്ള സമയം കിട്ടിക്കാണില്ല. ഓക്കെ, എനിവേ, താങ്കൾ പറഞ്ഞ് ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഈ ജോലിയുടെ ഭാഗമായിരുന്നല്ലോ ഇത്രയും ദിവസത്തെ പ്രൊട്ടസ്റ്റിനെ പറ്റി കവറപ്പ് ചെയ്യാൻ വേണ്ടി. അന്നേരം ഈ ജോലി ഇല്ലായിരുന്നോ? അന്നേരം ഈ ജോലിയോടെ പോയി? അവർക്കിപ്പം വന്ന് ഇതൊരു ജോലിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം മുന്നേ, എത്രയോ 10-20 ദിവസം മുന്നേ തുടങ്ങിയേക്കുന്ന ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ആ സമയത്ത് ഇവരുടെ ജോലി എന്ത് ചെയ്യും? ഇവരെന്തുകൊണ്ട് കവറപ്പ് ചെയ്തില്ല? എല്ലാ മാധ്യമപ്രവർത്തകരും അവർ വരണമായിരുന്നു വേണ്ടേ? എല്ലാ ദിവസവും നിന്ന് അതിൻ്റെ അപ്ഡേറ്റ്സ് എടുക്കുകയും അതിൻ്റെ കാര്യങ്ങളും ചെയ്യുകയൊക്കെ മാധ്യമപ്രവർത്തകർ അന്നും ചെയ്യണമായിരുന്നു. അന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തതുമില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് അയ്യോ എന്നെ മാധ്യമം ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന്. അവർ ചെയ്യേണ്ട ജോലി അവർ നേരത്തെ ചെയ്യേണ്ട സമയത്ത് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അവരെ അനുവദിച്ചേനെ. അങ്ങനെയുള്ള ചെയ്തുകൊണ്ടിരുന്ന ഒറ്റ മാധ്യമരെ പോലും ജനങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ഈവൻ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീലിടുന്ന ആൾക്കാർ, അവരുടെ പോസ്റ്റ് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരും ജേർണലിസ്റ്റ് ആയിട്ടുള്ളതും ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും അവിടെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അവരെ എന്തുകൊണ്ട് ഇവരാരും തടഞ്ഞില്ല? അപ്പം ഇത് ചെയ്യുന്നതിനൊക്കെ ഒരു മര്യാദയില്ലേ വർക്കി സാറേ എന്ന് പറഞ്ഞാൽ?
ശ്രീജിത്ത് സാറേ. അപ്പം ആ ജോലി ചെയ്യേണ്ടത് അവർ ചെയ്യണമായിരുന്നു. അത് ചെയ്യാണ്ടിരുന്നിട്ട് പിന്നെ എന്നെ ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെയും ബാക്കി കാണാം. ഇനി എത്ര പ്രാവശ്യം ടോവിനോ സാറിനെ വിളിക്കാവോ എന്തോ. ഇനി അത് തന്നെയല്ല, മറ്റൊരു ജേർണലിസ്റ്റ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ തോളത്ത് കൂടി കൈയിട്ട് അവരെ ഹെക്കിൾ ചെയ്യുന്നതും നമുക്ക് കാണാം. എന്തിനാണ് ഒരു സ്ത്രീയെ അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ടൊവിനോയെ പോലെയുള്ള ആൾക്കാർ ചോദിക്കേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവരെന്ത് തെറ്റാണ് ചെയ്തത്? എന്തെങ്കിലും തരത്തിലുള്ള വയലൻസ് അവർ കാണിച്ചോ? എന്ത് തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അവർക്ക് നേരെ ഉണ്ടാകുന്നത്? അവർ പൊതുമുതൽ നശിപ്പിച്ചോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് ടൊവിനോ ചോദിക്കുന്നത്. ഈ ദൃശ്യങ്ങളൊന്നും തന്നെ അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിന് ദൗർഭാഗ്യകരം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അതല്ല എങ്കിൽ അതൊരു ഷോർട്ട് സൈറ്റഡ് വിഷൻ ആയിരിക്കും എന്ന് മാത്രമേ നമുക്ക് കരുതാനായിട്ടും കഴിയുകയുള്ളൂ. ഈ ഷോർട്ട് സൈറ്റ് വിഷൻ ആർക്കാ ഉള്ളതെന്ന് എനിക്ക് പരിപിടുത്തം കിട്ടുന്നില്ല. ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇടാൻ പറ്റുമോ? ഇപ്പോൾ ഈ ഇടുന്ന ഓരോരോ ഫോട്ടോസ് മാത്രമേ ഇടാതെ വീഡിയോസ് ഒന്ന് ഇട്ട് നോക്കാം. കാരണം അവരെ ആ ഒരു അക്രമത്തിനകത്ത് നിന്ന് പുള്ളിക്ക് ഹെക്കിൾ ചെയ്യുകയോ ഇത് ചെയ്യുന്നതല്ല. പുള്ളിക്കാരത്തിലെ എനിക്ക് തോന്നുന്നു, ഞാൻ കണ്ട ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരി അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ, അല്ല അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അവർ. അതല്ലാണ്ട് അവരെ ഹെക്കിൾ ചെയ്യുക, ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രക്ഷോഭരായിട്ടിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് പുള്ളിക്കാരിയെ സേഫായിട്ട് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം പുള്ളിക്കാരി ആ വീഡിയോ കാണുമ്പം അതിൻ്റെ ഒരു വീഡിയോ ഒന്നൂറൊന്ന് ഷെയർ ചെയ്യുമായിരുന്നു നല്ലതായിരുന്നു. ആ വീഡിയോ ഞാൻ 100 പ്രാവശ്യം ഇടയ്ക്കെന്തോ എൻ്റെ മനസ്സിനകത്ത് വന്ന് കയറി ഇറങ്ങിയപ്പോൾ ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇദ്ദേഹം ആ വൈറ്റ് ഷർട്ട് ഇട്ട വ്യക്തി അവർ ഹെൽപ്പ് ചെയ്യുവാണ്. അന്നേരത്തേക്കും മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് വീണ്ടും ദേഷ്യം കയറുന്നു. അവിടെ നിന്ന് തുറന്ന് പറയുമ്പോൾ പുള്ളിക്കാരിയും ചീറി പാഞ്ഞെടുക്കുന്നുണ്ട്. ഈ സെയിം രീതിയിൽ മുംബൈയിൽ ഇതേപോലെ തന്നെ ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം അവിടെ മിണ്ടാണ്ട് നിന്ന് ആ പുള്ളി അത് കഴിഞ്ഞപ്പം പ്രൊട്ടസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അവരോട് പുള്ളിയോട് ക്ഷമ വരെ ചോദിച്ചു അല്ലേ. സോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വാടാ ഞാൻ അങ്ങോട്ട് വരാടാ ആരുടെ ആദ്യം എന്നുള്ള രീതിയിൽ പത്രപ്രവർത്തനക്കാർ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച് കിട്ടും. അപ്പം ഒരു മര്യാദയൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാം. അപ്പം അങ്ങോട്ടും മര്യാദ കാണിച്ചാൽ ഇങ്ങോട്ടും മര്യാദ കിട്ടും, ഇങ്ങോട്ടും മര്യാദ കാണിച്ചാൽ അങ്ങോട്ടും കിട്ടും. തെറ്റ് ആരെങ്കിലും തെറ്റ് ചെയ്തായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവർ മാപ്പ് പറയുകയും ചെയ്യും. സോ ഇതെല്ലാം ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വയലൻസിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും. ഓക്കെ, ബാക്കി വീണ്ടും കണ്ടു നോക്കാം. മൊത്തത്തിൽ 2 പോലീസ് ബസ്സുകളും നിരവധി പോലീസ് ജീപ്പുകളും ഏതാണ്ട് 20ഓളം കാറുകളുമൊക്കെ ഇവർ അടിച്ച് നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ. അതിന് പുറമെയാണ് 118 പോലീസുകാർ പരിക്കേറ്റ് രക്തം വാർന്ന് ചികിത്സയിലായിരിക്കുന്നത്. പല സ്ത്രീകളായിട്ടുള്ള ജേർണലിസ്റ്റുകളെ മോശമായ രീതിയിൽ അവരെ തൊഴിക്കുകയും അവരെ ശാരീരികമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തി ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതിൽ തന്നെ വർഗീയമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ പറയുന്ന ആൾക്കാരുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വെറും പൊട്ടത്തരം വിളിച്ചു പറയുന്ന ആൾക്കാരുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കോസ് ജസ്റ്റ് ആണ് എന്ന് കരുതി അവരുടെ പ്രൊട്ടസ്റ്റ് മീൻസ് എന്നത് ജസ്റ്റ് ആകണമെന്നില്ല എന്നുള്ളത് ടൊവിനോ തോമസ് മനസ്സിലാക്കുക. പിന്നെ ടോവിനോ അല്ല മനസ്സിലാക്കേണ്ടത്, താങ്കളാണിത് മനസ്സിലാക്കേണ്ടത്. ഒരു പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിനകത്ത് പല കാറ്റഗറിയിലുള്ള ആൾക്കാരും വരും. അപ്പം അവരെല്ലാവരെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ പോലീസിന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പോലീസിൻ്റെ കൂട്ടത്തിൽ തന്നെ പിള്ളേരെ അടിക്കുന്നതിന് എതിരെ നിന്നിട്ട് അടിക്കാത്ത എത്രയോ വ്യക്തികളുണ്ട്. അവരുടെ ഇത് വന്നിട്ടുണ്ടല്ലോ, അവരുടെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടല്ലോ. യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ എനിക്ക് പിള്ളേരെ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂ. അപ്പം എന്നാൽ താലങ്കം വിലങ്ങും അടിച്ചവരുമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടത്തിനകത്തുനിന്നും ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ തന്നെ എത്രയോ പേര് നല്ലവരും ഉണ്ട്, മോശമായിട്ടുള്ളവരും ഉണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ തന്നെ ഈ വന്ന പ്രക്ഷോഭരുടെ ഉള്ളിലും നല്ലവരും ഉണ്ട്, നല്ല ചിന്തയോടുകൂടി അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് വന്നവരുണ്ട്, വളരെ രസകരമായുള്ള രീതിയിൽ കളിയാക്കാൻ വന്നവരുണ്ട്, പ്രക്ഷുബ്ധരായിട്ടുള്ളവരുണ്ട്, ക്ഷുഭിതരായിട്ടുള്ള വ്യക്തികളുണ്ട്, പല വ്യക്തികളുണ്ട് സാർ. കേട്ടോ സാർ. ഇപ്പം ഞാൻ തന്നെ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഈ നീറ്റ് ക്രമക്കേട് എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കേന്ദ്ര സർക്കാർ ധർമ്മേന്ദ്ര പ്രധാനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഡിമാൻഡുകളൊക്കെ തന്നെ ജസ്റ്റിഫൈഡ് ആണ്. പക്ഷേ എന്ന് കരുതി തെരുവിലേക്ക് വന്ന് അക്രമം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദേശ രാജ്യങ്ങളിലൊക്കെ നടന്നിരിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു ജൻസി കലാപം എന്ന രീതിയിലേക്ക് പോകും എന്നുള്ള ആശങ്ക ആൾക്കാർ പ്രകടിപ്പിക്കുമ്പോൾ ഒരു തരത്തിലും ഇങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാടൻ നടപടികൾ ആര് ചെയ്താലും അതിനെ അംഗീകരിക്കാനായിട്ട് കഴിയില്ല എന്ന് ടൊവിനോ മനസ്സിലാക്കണം. വീണ്ടും ടൊവിനോ മനസ്സിലാക്കണം. ടൊവിനോ അല്ല സാർ, താങ്കളാണ് മനസ്സിലാക്കേണ്ടത്. ഇതല്ലാണ്ട് വേറൊരു വഴി ഞങ്ങളുടെ മുന്നിലില്ലായിരുന്നു, അല്ലെങ്കിൽ ജെൻസി പിള്ളേരുടെ മുന്നിലില്ലായിരുന്നു, അല്ലെ മില്ലിനിയൻസിൻ്റെ മുന്നിലില്ലായിരുന്നു, അല്ലെ ഇപ്പോഴത്തെ ജനങ്ങളുടെ മുന്നിൽ ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ
ആരുടെ മുന്നിലില്ല. ഇതല്ലാണ്ട് വേറൊരു വഴിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും 20-ാം തീയതി വരെ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ 20-ാം തീയതി വരെ ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനെ നിന്നൊരു പ്രൊട്ടസ്റ്റിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു. സമാധാനപരമായിട്ടുള്ള ടൈം ഉണ്ടായിരുന്നല്ലോ. അന്നേരം എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? അപ്പം കാടൻ നടപടി എടുക്കേണ്ട ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ കാടനായിട്ടുള്ള പ്രൊട്ടസ്റ്റുകളിലേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുത്തി തീർത്തത് ഈ സർക്കാർ തന്നെയാണ്. അപ്പം അതവർ നേരത്തെ കേട്ടിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. എന്തായാലും ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി പുള്ളി റിസൈൻ ചെയ്തു. ഇത് എത്രയോ ദിവസം മുന്നേ ആവാമായിരുന്നു. എന്തുകൊണ്ട് പുള്ളി ചെയ്തില്ല? അപ്പം ടോവിനെ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ ശ്രീജിത്ത് പണിക്കർ സർ, താങ്കളൊന്ന് മനസ്സിലാക്കണം ഈ വക കാര്യങ്ങൾ. ചുമ്മാ ടോവിനെ മനസ്സിലാക്കുക. ടോവിനോ ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ജീവിക്കുന്നത്. പുള്ളി അന്ധമായിട്ടൊന്നും അല്ല ജീവിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ടൊവിനോ പറഞ്ഞതുപോലെ ശരി തെറ്റ് എന്നതൊക്കെ ആപേക്ഷികമാണ്. പക്ഷേ നമ്മളൊരു വിഷയത്തിൽ അഭിപ്രായം പറയുന്ന സമയത്ത് അതിന് എന്ത് തെളിവുകളെയാണോ നമ്മൾ സ്വീകരിക്കുന്നത് അത് പൂർണ്ണമായിരിക്കണം എന്നുള്ളതാണ്. ഇവരുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റാണ് ഉണ്ടായിരിക്കുന്നത്? അവരെവിടെയെങ്കിലും വയലൻസ് ഉപയോഗിച്ചോ, അവരാരെയെങ്കിലും ഉപദ്രവിച്ചോ, അവരെവിടെയെങ്കിലും പ്രോപ്പർട്ടി നശിപ്പിച്ചോ, ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവരെന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. താങ്കളത് കണ്ടിട്ടില്ല എങ്കിൽ അതിന് ദൗർഭാഗ്യകരം എന്ന് മാത്രമേ വീണ്ടും പറയാനുള്ളൂ. ഈ പ്രായമായുള്ളവരെ പറയുന്നൊരു കാര്യമാണ്, നമ്മളൊരാളെ വിരൽ ചൂണ്ടുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലെ 3 വിരൽ തിരിച്ച് നമ്മളെയും ചൂണ്ടുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ശ്രീജിത്ത് പണിക്കർ സാർ പൂർണ്ണമായ എവിഡൻസ് ടോവിനോ കാണണം, അല്ലെങ്കിൽ ടോവിനോ നോക്കണം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇതുകൂടെ കാണിക്കണ്ടായിരുന്നോ? പോലീസുകാർ തല്ലുന്നതും പോലീസുകാരെ തിരിച്ചു തല്ലുന്നതും മാധ്യമപ്രവർത്തകർ ഇതുവരെ വന്നില്ലെന്നും എല്ലാ എവിഡൻസും വെക്കണ്ടേ? താങ്കളും വൺ സൈഡ് എവിഡൻസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. എല്ലാ എവിഡൻസും വെക്കേ. താങ്കൾ ഈ പറയുന്ന പോലെ വൺ സൈഡ് എവിഡൻസ് ടോവിനോ വെച്ച പോലെ തന്നെ താങ്കൾക്ക് സെയിം പാറ്റേൺ അല്ലേ ഫോളോ ചെയ്യുന്നത്? എന്താണ് 3 വിരൽ തിരിച്ച് ചൂണ്ടി നിൽക്കുക എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ലേ? ഞാൻ അങ്ങോട്ട് ചൂണ്ടുമ്പോഴും എന്നെയും തിരിച്ച് 3 വിരൽ ചൂണ്ടുന്നുണ്ട്. ഞാനും പറയുന്നു പിള്ളേരെല്ലാം ചെയ്തത് ശരിയാണെന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ അതിനകത്ത് പിള്ളേർ ചെയ്തത് മുഴുവൻ തെറ്റാണ് എന്ന് ഞാനൊരിക്കലും അപേക്ഷിക്കില്ല. കാരണം ഇതല്ലാണ്ട് വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചത്. അപ്പം ടോവിനോയുടെ സപ്പോർട്ടും ഞാനും എല്ലാം സപ്പോർട്ട് ചെയ്യുവാണ്. CJPനെ ഞാനും സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി ഞാനും സപ്പോർട്ട് ചെയ്യും. അപ്പം എന്താ പറയുക, അപ്പം പണിക്കർ സാർ ഇതും കൂടെ ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. പണിക്കർ സാർ നിരത്തി വെക്കുന്ന ഓരോ കബഡികളും ഓരോ കബഡി നിരത്തി വെക്കുമ്പോഴും അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം നിരത്തി വെക്കാതെ എല്ലാം നിരത്തി വെക്കുക. എല്ലാ കബഡിയും നിരത്തി വെക്കുക, ഒരെണ്ണം മാത്രം നിരത്തി വെക്കാതെ. എന്തായാലും ഇനിയും താങ്കൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുക. കുറച്ചുകൂടി കാര്യങ്ങൾ അറിഞ്ഞ് പ്രതികരിച്ചാൽ അത് നന്നായിരിക്കും. സ്വന്തം സംഘടനയിലെ കാര്യങ്ങളിൽ കൂടി അഭിപ്രായം പറഞ്ഞാൽ നന്നായിരിക്കും. അതല്ലാതെ സംഘടനയിൽ വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ സമ്മേളനങ്ങളിൽ പോലും പോകാതെ മാറി നിന്ന് അതിനെക്കുറിച്ച് പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണവും നടത്താതെ ഇരിക്കുക എന്ന് പറയുന്ന സമയത്ത് ആൾക്കാർ അയ്യോ മോശം മോശം എന്ന് മാത്രമേ പറയുകയുള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് ജനങ്ങളാണ് അയ്യോ മോശം മോശം എന്ന് പറയുന്നത്. അതും പണിക്കർ സാറിനെ വിളച്ചുകൊണ്ടേയിരിക്കും. കാര്യം പറഞ്ഞ പോലെ ടോവിനോ എല്ലാ കാര്യങ്ങളും അറിയണം എന്ന് പറഞ്ഞു. പണിക്കർ സാർ എല്ലാ കാര്യവും അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അതുകൊണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ മോശം മോശം ഒന്നും അധികം പറയത്തില്ല. ടോവിനോ കണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പുള്ളിയുടെ ശരി സമ്മതിച്ച് പുള്ളിക്ക് എല്ലാത്തിനെയും പറ്റി പൂർണ്ണമായിട്ടുള്ള അറിവ് കിട്ടിക്കാണില്ല, സമയം കിട്ടിക്കാണുകയില്ല നോക്കാനോ, കാരണം എല്ലാ തിരക്കുകളും ഇല്ലേ. പക്ഷെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന പണിക്കർ സാർ എല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പല കാര്യങ്ങളും മൂടി വെക്കുന്നു? മോശം മോശമുണ്ട് കേട്ടോ, മോശം മോശം. അതേപോലെ ഒരാളിന് ഏതൊക്കെ വിഷയങ്ങളിൽ പ്രതികരിക്കണം എന്നുള്ളത് അവരുടേത് മാത്രമായിട്ടുള്ള തീരുമാനമാണ്. പക്ഷേ നമ്മളെ മൊത്തത്തിൽ ബാധിക്കുന്ന മറ്റു പല വിഷയങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ താങ്കൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഡെമോക്രസിയിലുള്ള ഡിസെൻറ്റ് എന്നുള്ള ഒരു അവകാശം, സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവകാശം വിനിയോഗിച്ച ആൾക്കാരുടെ തല തല്ലി പൊളിക്കുന്ന സമയത്ത് താങ്കളുടെ പ്രതികരണം ഞാൻ കണ്ടില്ല. ശ്രദ്ധിച്ചു, പക്ഷേ കണ്ടില്ല. അതേപോലെ തന്നെ ദേശീയ താല്പര്യത്തിലുള്ള പല വിഷയങ്ങളുണ്ട്. പെഹൽഗാമിലെ അറ്റാക്കുണ്ട്, ഓപ്പറേഷൻ സിന്ദൂറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ പ്രതികരിച്ചിരിക്കുന്ന പല സിനിമക്കാരുമുണ്ട്. പക്ഷേ താങ്കളുടെ ഭാഗത്ത് നിന്ന് ആ പ്രതികരണമൊന്നും ശ്രദ്ധിച്ചില്ല, കണ്ടില്ല എന്നുള്ളത് വീണ്ടും ദൗർഭാഗ്യകരം എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ താങ്കൾ എല്ലാ വിഷയത്തിലും പ്രതികരിക്കണം എന്നുള്ള ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. താങ്കൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി. പക്ഷേ അഭിപ്രായം പറയുന്ന സമയത്ത് അത് കുറച്ചുകൂടി എവിഡൻസ് ബേസ്ഡ് ആണ് എങ്കിൽ അതിന് കുറച്ചുകൂടി സ്വീകാര്യത കിട്ടും എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താണ് പണിക്കർ സാർ നന്ദനം സിനിമയിലെ ബാലാമണിക്ക് പഠിക്കുക? കണ്ടു, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ള ലെവലില് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുമോ അങ്ങനെ? ഓക്കെ, താങ്കൾ ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളിനകത്തും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഈ പറയുന്ന മണിപ്പൂരിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഈ സർക്കാർ കണ്ടില്ല എന്ന് പറഞ്ഞ് നടിക്കുന്നതിനോ അതൊന്നും കണ്ടില്ല എന്ന് പറയാൻ മേലേ? എന്തുകൊണ്ടാണോ താങ്കൾ അതൊന്നും പറയാത്തത്? പണിക്കർ സാർ മൊത്തത്തിൽ പണിയാണല്ലോ. ഇതൊക്കെ നോക്കുക പണിക്കർ സാറേ, അവരോട് പറയണം, അവരോട് കാര്യങ്ങളെല്ലാം ചെയ്യണം. പല വിഷയങ്ങളും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റുന്ന വരികയില്ല. പക്ഷേ പുള്ളിയെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം പുള്ളി നോക്കി ശ്രദ്ധിച്ച് നിന്നിട്ടാണ് പുള്ളി അത് പറഞ്ഞേക്കുന്നത്. അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യും. താങ്കൾ കണ്ടില്ല എന്നൊക്കെ വെച്ചുകൊണ്ടിരുന്നു, അല്ലാണ്ട് പിന്നെ പറയുക. താങ്കൾ മുമ്പൊരിക്കൽ ഇതേപോലെ ഒരു സൗദി അറേബ്യയെ വാഴ്ത്തിക്കൊണ്ട് ഇന്ത്യയിലുള്ളതിനേക്കാൾ കഴിഞ്ഞ 5 വർഷത്തിൽ വലിയ പുരോഗതിയാണ് സൗദി അറേബ്യയിൽ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ഞാൻ അതിനെ വിമർശിച്ചിരുന്നു. അതായത് ട്രാൻസ്ജെൻഡേഴ്സിനെ ഇപ്പോഴും അംഗീകരിക്കാത്ത, ഏതാണ്ട് 5-8 വർഷം മുമ്പ് മാത്രം സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയിരിക്കുന്ന ഒരു രാജ്യത്തിനെയാണ് താങ്കൾ ഇന്ത്യയോട് കമ്പയർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെതിരെ താങ്കൾ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടതായിട്ടൊക്കെ അന്ന് പ്രചരിച്ചിരുന്നു. എന്തായാലും കാര്യങ്ങൾ കൃത്യമായി അറിയാതെ എടുത്തു ചാടി പ്രതികരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ. അത്തരത്തിലുള്ള അബദ്ധങ്ങൾ താങ്കൾക്ക് ഭാവിയിൽ പിണയാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരാളിൻ്റെയും ദേശസ്നേഹത്തിനെ ഒരിക്കലും ചോദ്യം ചെയ്യാതെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ടോവിനോയ്ക്ക് അബദ്ധം പറ്റി എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടും അബദ്ധം പറ്റിയൊന്നും തിരക്കുന്നത് നല്ലതായിരിക്കും. സ്വന്തമായിട്ടും എല്ലാ കാര്യങ്ങളെപ്പറ്റിയും മുഴുവനും ഒന്ന് തിരക്കിയതിന് ശേഷം ഒരു കാര്യം പറയുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും താങ്കൾക്കും മുന്നോട്ട് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്തുകൊണ്ട് അത് സ്വന്തമായിട്ട് താങ്കൾക്കും പിണയാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയും ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യാതെ, ഞാൻ ചോദ്യം ചെയ്തില്ലേ, സോറി, ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾക്ക് ചോദ്യം ചെയ്യണമല്ലോ. സോ അടുത്ത ഇനിയും ചോദ്യങ്ങൾ ആരുടെയെന്നറിയില്ല. പണിക്കർ സാറിൻ്റെ ആവാണ്ടിരിക്കട്ടെ എന്ന് ഞാനും ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതൊന്നും ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല കേട്ടോ, ആരെയും വിഷമിപ്പിക്കാനോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ആളുകൾ, ജനങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം. ഓക്കെ, നമ്മൾ ആരെങ്കിലും ഒരാളെ ചോദ്യം ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കുകയും അല്ല അവർ ചെയ്തേക്കുന്ന തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാനോ അല്ല ആരെങ്കിലും ഒരാൾ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് തന്നെ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നല്ലതാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സ്വീകരിക്കും. ഇപ്പം ഞാനീ പറഞ്ഞതിനകത്ത് തന്നെ തെറ്റുണ്ടാവാം, എന്നോട് യോജിക്കുന്നവരുണ്ടാവും, യോജിക്കാത്തവരുണ്ടാവും. യോജിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായം പറയാം, യോജിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കും അഭിപ്രായം പറയാം. അഭിപ്രായം പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് ഈ രാജ്യത്തിനെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാം. നല്ലത് മാത്രം സംഭവിക്കട്ടെ, നല്ലതിലേക്ക് എല്ലാം നടക്കട്ടെ. എവരിതിങ് ഈസ് ഫോർ ഗുഡ്, ഓൾ ഗുഡ്, എല്ലാം നന്നായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ഇനി അടുത്തൊരു ഇനിയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോയ്ക്ക് എൻ്റേതായ രീതിയിൽ അവലോകനം ചെയ്തത് കൊണ്ട്, ഇത് എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അതിനകത്ത് യോജിപ്പുള്ളവരുണ്ടാവാം, യോജിപ്പില്ലാത്തവരുണ്ടാവാം. ഇതൊന്നും ഒരു വിദ്വേഷം പകർത്താനോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നന്മയ്ക്ക് വേണ്ടിയിട്ടും നല്ലതായി തീരാനും വേണ്ടിയിട്ടുമാണ്. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണുന്നതിനും വരെ നന്ദി, നമസ്കാരം. ഞാൻ എൻ്റെ വകയും ജയ് ഹിന്ദ്. ഓക്കെ, ബിക്കോസ് ഐ ആം എൻ ഇന്ത്യൻ, ഐ ആം ഓൾവേസ് സപ്പോർട്ടിങ് ഇന്ത്യ. സോ ടു ഗുഡ് ഫോർ ഇന്ത്യ. ഫ്യൂച്ചർ ജനതകൾ നന്നായി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വൺസ് അഗെയിൻ ജയ് ഹിന്ദ്.